പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ UDF വീണ്ടും ചട്ടലംഘന പരാതി നൽകി. CPM തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രചാരണം നടത്തുന്നുവെന്ന പരാതി DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചോറമ്പിലാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തോമസ് ഐസക് ലംഘിച്ചുവെന്നും അദ്ദേഹത്തിന് വരണാധികാരിയായ ജില്ലാ കളക്ടർ താക്കീത് നൽകുകയും ചെയ്തിരുന്നുവെന്ന് UDF ആരോപിക്കുന്നു. സർക്കാർ സംവിധാനമായ കുടുംബശ്രീ ഉപയോഗിച്ച് തോമസ് ഐസക് വീണ്ടും പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാണ് പരാതി. കുടുംബശ്രീക്കൊപ്പം എന്ന തലക്കെട്ടോടുകൂടി കുടുംബശ്രീ പ്രവർത്തകരെ കൂടെ നിർത്തി ഫോട്ടോ എടുത്തും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി യോഗങ്ങൾ സംഘടിപ്പിച്ചും അത് പത്രമാധ്യമങ്ങളിലൂടെ അച്ചടിച്ച് വിതരണം നടത്തുകയാണെന്നും DCC പ്രസിഡന്റ് നൽകിയ പരാതിയിൽ പറയുന്നു. ഈ ലഘുരേഖകളിൽ ഏത് പ്രസിൽ എത്ര കോപ്പി അച്ചടിച്ചുവെന്ന് സൂചിപ്പിച്ചിട്ടില്ല. ഈ പത്രപേജുകൾ ലഘുലേഖകൾക്ക് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പ്രകാരമുള്ള യാതൊരു അനുമതി ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു. അഥവാ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി നേടുന്നതാണ്. ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ വിരുദ്ധമാണെന്നും തക്കതായ നടപടി സ്വീകരിക്കണമെന്നും DCC പ്രസിഡന്റിന്റെ പരാതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ UDF ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തോമസ് ഐസക് പറഞ്ഞു. LDF വിജയിക്കുമെന്ന ഭയന്നാണ് പുതിയ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കുടുംബശ്രീ സമ്മേളനത്തിലും പ്രസംഗിച്ചിട്ടില്ല. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വനിതാ പ്രസിഡന്റുമാർ ചേർന്ന് കുടുംബശ്രീക്ക് വേണ്ടി താൻ ചെയ്ത കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് അഭ്യർത്ഥന അച്ചടിച്ച് വിതരണം ചെയ്തു. ഇതിനെയാണ് കുടുംബശ്രീ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തി എന്ന മട്ടിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും ഐസക് പറഞ്ഞു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എതിരാളികളെ UDF-നെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ്. നമ്മുടെ വിജയം അവർ മടക്കുകയാണ്. അതുകൊണ്ട് പുതിയൊരു പരാതിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. എന്താ ആക്ഷേപം എന്നറിയാം? കുടുംബശ്രീ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 21 ദിവസമായിട്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ് ഒരു കുടുംബശ്രീ സമ്മേളനത്തിലും പ്രസംഗിക്കാനോ ഇടപെടാനോ നേരമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അതിന് ഉദ്ദേശമില്ല. പിന്നെന്താ ആക്ഷേപം? കേരളത്തിലെ എല്ലാ വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്മാരും വനിതാ മേയർമാരും ചേർന്ന് കുടുംബശ്രീക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് എന്നെ പിന്തുണക്കണമെന്ന് കുടുംബശ്രീ സഹോദരിമാരോട് ഒരു അഭ്യർത്ഥന നടത്തി. ആ അഭ്യർത്ഥന അച്ചടിച്ച് നമ്മുടെ പ്രവർത്തകര് കുടുംബശ്രീ അംഗങ്ങൾക്കിടയിലും മറ്റ് സ്ത്രീകൾക്കിടയിലും വിതരണം ചെയ്തതിനാണ് കുടുംബശ്രീ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ള ആക്ഷേപമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് അത് രൂപീകരിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ അഭിമാനമുണ്ട്. ജനശ്രീ ഉണ്ടാക്കി കുടുംബശ്രീയെ തകർക്കുന്നതിന് UDF നടത്തിയ പരിശ്രമങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ഒരു മാസത്തെ ഐതിഹാസിക സമരത്തിന് അവരോടൊപ്പം ഉണ്ടായിരുന്നു. മന്ത്രി എന്ന നിലയിൽ എന്തെല്ലാം സഹായങ്ങൾ നൽകാൻ പറ്റുമോ ആ സഹായങ്ങൾ പരമാവധി കുടുംബശ്രീക്ക് നൽകുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കുടുംബശ്രീ ശക്തിവൽക്കരിക്കുന്നതിന് നൂതനമായിട്ടുള്ള പരിപാടികൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് കുടുംബശ്രീ സഹോദരിമാർ എനിക്ക് പിന്തുണ നൽകുകയാണെങ്കിൽ അതെങ്ങനെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുക? ഞാനവരുടെ യോഗം വിളിച്ച് അത് വിശദീകരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. മറിച്ച് ഇത്തരത്തിലുള്ള പ്രസ്താവന കുടുംബശ്രീക്ക് മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓരോ മേഖലയിലും തൊഴിലാളികൾക്ക് തയ്യാറാക്കി കൊടുക്കുന്ന പതിവാണ്. അതിലെന്താ ഇത്ര അങ്കലാപ്പ്? പരാജയ ഭീതി മൂലം ഇപ്പൊ പുതിയ ആക്ഷേപങ്ങളുമായിട്ട് UDF ഇറങ്ങിയിരിക്കുകയാണ്. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ നമ്മൾ തള്ളിക്കളഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും.